here ready. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എൻ്റർടൈൻമെൻറ്റ് കിഴി റിയാക്ഷനാണ്. എന്തോ ഒരു സംഭവത്തിൻ്റെ റിയാക്ഷനാണ്. കാരണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്തോ ഒരു സാധനം വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. 6 മണിക്ക്. യെസ്. പക്ഷെ എന്തിൻ്റെയാണെന്നുള്ളത് അറിയാം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് മമ്മൂക്ക നായകനാവുന്ന സിനിമയാണ്. ഗൗതം മേനോനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പിന്നെ പ്രധാന വേഷത്തിൽ നമ്മുടെ ഗോകുൽ സുരേഷുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ടീസർ വന്നതാണ്, യാ സിനിമേൻ്റെ റിലീസ് ഡേറ്റ് വന്നതാണ്, ഇനി വരാനുള്ള ട്രെയിലറാണ്. അതെ, നമ്മൾ ആൾറെഡി ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് കൊടുത്തതുമാണ്. അതായത് ഉടനടി ട്രെയിലർ വരും എന്നുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ചെറിയ രീതിയിൽ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് ഡൊമിനിക് സിനിമ മൊത്തത്തിൽ 1.5 മണിക്കൂറുള്ളൂ എന്നുള്ളത് കരുതി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. 1 മണിക്കൂറും 33 മിനിറ്റും ഡ്യൂറേഷൻ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ചോദിച്ചു ഇത്രേ ഉള്ളൂ സിനിമേൻ്റെ ഡ്യൂറേഷൻ എന്ന്. പക്ഷേ അതല്ല, അത് ട്രെയിലറിൻ്റെ ഡ്യൂറേഷനാണ്. അതായത് 1 മിനിറ്റും 33 സെക്കൻഡും എന്നുള്ളതാണ് ശരിക്കും വന്നത്. അത് സിനിമയുടെ ഡ്യൂറേഷനായിട്ട് തെറ്റിദ്ധരിച്ചു, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും 6 മണിക്ക് കൃത്യം വരും. നമുക്ക് നോക്കാം എന്തായിരിക്കും വരാൻ. വന്നോ? ഇല്ല. എന്തായിരിക്കും വരാനുള്ളത് മിക്കവാറും റിലീസല്ല, ട്രെയിലർ എന്ന് വരും എന്നുള്ള ഡേറ്റ് തന്നെ ആയിരിക്കണം കേട്ടോ. എന്തായാലും സിനിമ റിലീസിനെത്തുന്നത് ജനുവരി 23-നാണ്. എന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞങ്ങൾക്ക് ഇതിൻ്റെ ടീസർ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഓപ്പണായിട്ട് പറയാലോ. അത് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീസർ അതിന് ഞങ്ങൾ ഏറെ പോയതുമാണ്. ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാൻ തോന്നുള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് അതിനകത്ത് ഒന്നും പറയാൻ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ ട്രെയിലർ അങ്ങനെ ആയിരിക്കൂല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതിനേക്കാളും ഗംഭീരമാവട്ടെ. ഗൗതം മേനോൻ എന്തായാലും അവിടെ ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ മമ്മൂട്ടി കമ്പനി. യെസ്, പോരെ, ധാരാളം സമയമായിട്ടുണ്ട്. വന്നോ? ഓക്കെ, നോക്കാം. ഓ യെസ്, എന്താ നോട്ടീസോ? അതേതോ ഭിത്തിയിൽ ഒട്ടിച്ചാട്ടോ. പകുതി പറിച്ചൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതോ ബസ് സ്റ്റോപ്പാണ്. ഈ മറ്റേ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഉണ്ടാവുന്ന പല ജോലിക്ക് അങ്ങനത്തെ പറഞ്ഞ കുറെ നോട്ടീസുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ നോട്ടീസ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ശരിക്കും വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ 6 മണിക്ക്. അപ്പം 8-ാം തീയതി CI ഡൊമിനിക്. ഓ, CID എന്നുള്ളത് ശരി. ഇപ്പൊ ഡിറ്റക്റ്റീവ് ആണെന്നുള്ളത് ഏതാണ്ട് ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്, അതായത് പോസ്റ്ററല്ല, നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഈ ജോലിക്കൊക്കെ ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അല്ലേ, കേസുകളൊക്കെ കൊടുക്കുമല്ലോ, ചെറിയ അല്ലറ ചില്ലറ കേസുകളായിരിക്കും കിട്ടുക. അപ്പോൾ അതിനുള്ള നോട്ടീസാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഇതിന്റെ പോസ്റ്റർ വന്നിരിക്കുന്നത്. അത് ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഇവരുടെ ഇതിന്റെ സർവീസാണ്. അവർ സർവീസസ് എന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് 8 പോയിന്റോ 9 പോയിന്റ് ഒക്കെ ഉണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിന്റെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? കുറച്ച് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 more golden feather in our detective hat. ഓ, ഗൗതം വാസുദേവ് മേനോൻ ഹാസ് മെയ്ഡ് എ ഫിലിം അബൌട്ട് അവർ ഏജൻസി. ഓ, ആ രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കൊള്ളാട്ടോ, അത് കൊള്ളാം. എന്തായാലും CID എന്നുള്ളത് സൂപ്പറായി. അതും അടിപൊളി. ഡൊമിനിക്കിന്റെ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. വേറെ സർവീസ് കൊടുത്തിരിക്കുന്നത് 2 പേരുടെ ഫോട്ടോ, മെയിൻ ഡിറ്റക്റ്റീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട്. മെയിൻ ഡിറ്റക്റ്റീവ് ആയിട്ട് നമ്മുടെ ഡൊമിനിക് വരുന്നു, അസിസ്റ്റന്റ് ആയിട്ട് ഗോകുൽ സുരേഷിന്റെ വരുന്നു. ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്നാണ് അതിന്റെ പേര്. ഓ, ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ്. കൊള്ളാം, നൈസ് ആയിട്ടുണ്ട് സാധനം. ഇത് കൊള്ളാം. ഇത് കണ്ടോ, CID എന്നുള്ളത് വന്നതേ. CI എന്നുള്ളത് ആളുടെ ഇനീഷ്യല്, പിന്നെ ഡൊമിനിക്. എന്തൊക്കെയാ സർവീസ് എന്തൊക്കെയാന്ന് അറിയാൻ? അണ്ടർ കവർ സർവീസസ്. അതെന്താ സംഭവം? അത് ആളറിയാണ്ട് ഉള്ള അന്വേഷണങ്ങളുണ്ടല്ലോ, ആ സംഭവം. മിസ്സിംഗ് പേഴ്സൺ ഫൈൻഡിങ്, മിസ്സായ ആളെ കണ്ടെത്തുന്ന സംഭവം. ഓക്കെ. മിസ്സിംഗ് പ്രോപ്പർട്ടി ഫൈൻഡിങ് സംഭവേ. അതായത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ തട്ടിക്കൂട്ട് പരിപാടിയാണ്. അതന്നെ, ഈ വലിയ സംഭവങ്ങളൊന്നും കിട്ടാതെ ചെറിയ സംഭവത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളും മിസ്സാവുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ചു കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങള്. ഓക്കെ, അടുത്തത് അതിന് ഈ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരു ലേഡീസ് പേഴ്സ്, അതെ, ആ പേഴ്സുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവമാണല്ലോ ഇതിന്റെ ഒരു ഇതിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സംഭവം തന്നെയാണ് അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഏത്? മിസ്സിംഗ് പ്രോപ്പർട്ടി ഫൈൻഡിങ്. പിന്നെ വെരിഫിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ്. ഓ, അതായത് ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുടെ വെരിഫിക്കേഷൻ നടത്തുന്നത്. കൊള്ളാം. പിന്നെ
മാട്രിമോണിയൽ വെരിഫിക്കേഷൻ. കല്യാണ അന്വേഷണം, ബ്രോക്കർ പണി നടത്തി കൊടുക്കൂലെന്നുള്ളൂ, അവരുടെ എൻക്വയറി എടുത്ത് കൊടുക്കൂലേ ആളെങ്ങനെയുണ്ട് എന്നുള്ളത്. രസം കിട്ടുന്ന സംഭവം. പിന്നെ ലവ് അഫെയർ ഇൻവെസ്റ്റിഗേഷൻ. മോനെ അതും ചീറി പൊളിച്ച സംഭവം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി അത് കാണിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അടിപൊളിയായിരിക്കും. കാമുകി തേക്കുന്നുണ്ടോ? കാമുകൻ സാധനം കണ്ടുപിടിച്ചാലേ അടിപൊളിയായിരിക്കും. അടുത്തത് അയ്യോ ഫ്രോഡ് ചീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ. ഹസ്ബൻഡ് ചീറ്റ് ചെയ്യുന്നതിന്റെ സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ വരും. പിന്നെ എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. അത് 8ാമത്തെ വേറെ പോയിന്റാ. അപ്പൊ ഇതുപോലത്തെ വേറെ എന്ത് പരിപാടി എടുക്കുന്നു. ഇങ്ങനത്തെ കേസുകളൊക്കെ എന്ത് ഡിറ്റക്റ്റീവ്, ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് ഏറ്റെടുക്കുന്നതായിരിക്കും. എന്തായാലും അഡ്രസ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 221B MM അപ്പാർട്ട്മെന്റ്സ്, സ്റ്റേഡിയം ലിങ്ക് റോഡ്, കലൂർ, എറണാകുളം. അവിടെയാണ്, അതിലാണ് മറ്റേ സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നത്, ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ അഡ്രസ് കൊടുത്താൽ വീട്ടിൽ കയറി തല്ലൂലേ, ഇത്ര ക്ലിയർ ആയിട്ട് അഡ്രസ് വെച്ച് കൊടുത്തേക്കുക. എന്താണെങ്കിലും കൊള്ളാട്ടോ, നൈസ് ആയിട്ടുണ്ട് പോസ്റ്റർ. സംഭവേ ഇതിപ്പോ ഒരു റോസ് കളർ, പിങ്ക് കളറാണല്ലോ ഈ ഒരു പോസ്റ്റർ. അതെ അതെ. ഇപ്പുറത്ത് തൊട്ടടുത്ത് യെല്ലോ കളറിലുള്ള പോസ്റ്റേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്, അതായത് നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട് ഇതേ കണ്ടന്റില്. സെയിം സാധനം തന്നെ കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് ഒരു രസമുള്ള ഒരു അനൗൺസ്മെന്റ് ആയിട്ടോ. വെറൈറ്റി ആയി. എന്തായാലും നാളെ 6 മണിക്കാണ് കേട്ടോ, നാളെ വൈകിട്ട് 6 മണിക്ക് തകർക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു സാധാരണ രീതിയിലുള്ള ഒരു പരിപാടി അല്ല ഇതിന്റെ അനൗൺസ്മെന്റ് വന്നത് അല്ലേ. ഗംഭീരമായിട്ടുണ്ട്. ട്രെയിലർ അനൗൺസ്മെന്റ് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അനൗൺസ്മെന്റ്. ട്രെയിലർ നന്നാവൂലേ? പിന്നെ അടിപൊളി ആവട്ടെ. ഇത്രയൊക്കെ കണ്ടിട്ട് ട്രെയിലറൊക്കെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് മിക്കവാറും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു കോമഡി. അതുപോലെ തന്നെ ട്രെയിലറും ഒരു കോമഡി പരിപാടി തന്നെയായിരിക്കും, പ്രതീക്ഷിക്കാം കേട്ടോ. എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.